പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഉദയഭാനു, തലമുതിർന്ന നേതാക്കളായ സഖാക്കൾ ഉണ്ണികൃഷ്ണപിള്ള, അനന്തഗോപൻ, സ്വാഗതമാശംസിച്ച സഖാവ് ഓമലൂർ ശങ്കരൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പാർട്ടിയുടെ താഴെത്തലം വരെയുള്ള വിവിധ തലങ്ങളിലുള്ള പാർട്ടി നേതാക്കൾ, ഇന്നത്തെ ഈ പരിപാടിക്ക് അടിസ്ഥാനമായി നിലകൊണ്ട കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാക്കളായ ബാബു ജോർജ്, സജി ചാക്കോ ഉൾപ്പെടെ ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും മറ്റ് വിവിധ പാർട്ടികളിൽ നിന്നും വിട്ട് CPM-ൻ്റെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ പാർട്ടിയിലേക്ക് ഒഴുകി വന്നു ചേരുന്ന അവസ്ഥ ഉള്ളത്. ഞങ്ങളെല്ലാം പല പരിപാടികളിലും രാജിവെച്ച് പാർട്ടിയോട് സഹകരിക്കാൻ തയ്യാറുള്ളവർക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങുകൾ പങ്കെടുക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത്രയും പ്രമുഖരും ഇത്രയും കൂടുതൽ ആളുകൾ ഒരു ദിവസത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് അവരെ ആദരിക്കുക, അവരെ സ്വീകരിക്കുക എന്നുള്ളത് അപൂർവമായിട്ട് മാത്രം കേരളത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. പത്തനംതിട്ട നല്ലതുപോലെ ചുവക്കുന്നു എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള 5 മണ്ഡലവും മറ്റ് 2 മണ്ഡലവും ചേരുന്ന പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഐതിഹാസികമായ വിജയം കരസ്ഥമാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ യോഗത്തിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത്. ഇതൊരു അവകാശവാദമല്ല, ഇത് നടക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഒരു പത്തനംതിട്ട മാത്രമല്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം നേടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സങ്കീർണമാണ് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരവസ്ഥ. പാർട്ടി, ഇടതുപക്ഷ പാർട്ടി എന്നെല്ലാം പറയുന്നത് ഇന്ത്യയിലാകെ പരിശോധിച്ചാൽ നമ്മൾ വളരെ ചെറിയൊരു സ്വാധീനമുള്ളതാണ്. പക്ഷെ സ്വാധീനമല്ല പ്രശ്നം. വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ രാജ്യം നീങ്ങുമ്പോൾ അതിനെ ദിശാബോധത്തോടുകൂടി മുന്നോട്ടേക്ക് നയിക്കാനുള്ള കെൽപ്പാണ് പ്രശ്നം. അതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുതൽ ഇങ്ങോട്ടുള്ളതിൻ്റെ കഴിവും ശേഷിയും. പാർലമെൻറ്റിൽ എത്ര സീറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, അസംബ്ലിയിൽ എവിടെയൊക്കെ ഭരിക്കുന്നു എന്ന് മാത്രമല്ല, പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്ന ആശയത്തിന് ഇന്ത്യയിൽ തെളിമയാർന്ന ശരിയായ ദിശാബോധം നൽകാനാവുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. CPM-നെ സംബന്ധിച്ച് ഇന്നലത്തെ കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയുള്ള വാർത്ത വന്നു. ഇലക്ട്രോറൽ ബോണ്ടെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ഉറുപ്പിക ഭരണകക്ഷിയായ BJP കരസ്ഥമാക്കി. അവർ തന്നെ നിയമം കൊണ്ടുവരിക, അവർ തന്നെ അത് നടപ്പിലാക്കുക, എന്നിട്ട് അംബാനിയോട്, അദാനിയോട്, വലിയ മുതലാളിമാരോട് ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക വാങ്ങുക. BJP വാങ്ങിയ പണത്രയാണെന്ന് ഇന്ന് മനോരമയും മാതൃഭൂമിയും പറഞ്ഞിട്ടുണ്ട്. അവർക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അവർ വാങ്ങിയത് ഈ കഴിഞ്ഞ വളരെ ചുരുക്കം കൊല്ലം കൊണ്ട് 6566 കോടി ഉറുപ്പികയാണ് ഈ മുതലാളിമാരിൽ നിന്ന് ഇവർ ബോണ്ടായിട്ട് വാങ്ങിയത്. RSS-ഉം BJP-യും സംഘപരിവാർ വിഭാഗങ്ങളും. ഇതുപയോഗിച്ചുകൊണ്ടാണ്
കാലുമാറ്റം നടത്താൻ MP മാർക്ക് MLA മാർക്ക് കോടികൾ കൊടുക്കാൻ അവർ തയ്യാറാവുന്നത്? അവർക്കെന്താ പ്രയാസം? 6566 കോടി രൂപ ഇന്ന് മനോരമ രാവിലെ വായിക്കുമ്പോൾ അത് ആദ്യത്തെ ഒരു വാർത്തയുടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ പണം വാങ്ങി അത് ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിലുൾപ്പെടെ പണാധിപത്യത്തിൻ്റെ ഭാഗമായി ഈ ഇലക്ഷൻ പ്രവർത്തനം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തനങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിൽ പണം കൊടുക്കാൻ നേരത്തെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ജാനുവിനെല്ലാം കൊടുത്തതെല്ലാം പുറത്തു വന്ന വിവരങ്ങളാണ്. ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നാട് അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെയും എല്ലാം തകർത്തെറിഞ്ഞ് ഈ ഭരണഘടന ഞങ്ങൾക്ക് വേണ്ട, കാരണം ഈ ഭരണഘടനയിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും മതനിരപേക്ഷതയോടൊപ്പം തന്നെ ജനാധിപത്യ മൂല്യങ്ങളുമെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയെ പിച്ച് ചീന്തിക്കൊണ്ടല്ലാതെ ഈ രാജ്യം ഞങ്ങളാഗ്രഹിക്കുന്നത് പോലെ ഒരു ഹിന്ദുത്വ സമൂഹമാക്കി മാറ്റാനാവില്ല എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത്. ഹിന്ദു എന്ന് പറയുന്നതും ഹിന്ദുത്വ എന്ന് പറയുന്നതും ഒന്നാണെന്ന് ധരിക്കാൻ പാടില്ല. ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ. ഹിന്ദു മഹാത്മാഗാന്ധി പറയുന്ന ഹിന്ദുവാണ്, സനാതന ഹിന്ദു എന്നൊക്കെ പറയുന്നില്ലേ. പിന്നെ അതിനു മുമ്പ് ഈ ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ദാർശനികൻ, ഹിന്ദു എന്ന് പറയാണ്ട് തന്നെ അദ്ദേഹത്തെ ദാർശനികൻ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കാം, അതാണ് നമുക്കെല്ലാം അറിയുന്ന സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് അവിടെ അവരുടെ മുമ്പിൽ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തത്. ആദ്യമായിട്ട് അവർ കേൾക്കുകയാണ് ഇങ്ങനെ, സഹോദരി സഹോദരന്മാരെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്നത് ഇന്ത്യ. ഇന്ത്യ എന്നതിൻ്റെ ഏറ്റവും ശരിയായ അർത്ഥം വൈവിധ്യങ്ങളുടെ കലവറയില്ലാതെ ഐക്യമാണ്. ആ ഐക്യമാണ് ഞങ്ങളുടെ ശക്തി, ആത്മാവ് എന്ന് കൃത്യമായിട്ട് വൈവിധ്യങ്ങളെ വിശകലനം ചെയ്ത മഹാനായ ആശയവാദിയായ ദാർശനികനാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന സ്വാമി വിവേകാനന്ദൻ. ആ സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദുവല്ല RSSൻ്റെ മോഹൻ ഭഗത്തിൻ്റെ ഇപ്പോഴത്തെ ഹിന്ദു. അതിനവർ ഹിന്ദുത്വ എന്നാണ് പറയുന്നത്. ഈ പദം ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ആദ്യത്തെ വക്താവ് 1923 നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ പേരിപ്പോൾ അറിയുണ്ടാവും. ആ പേര് സവർക്കറാണ്. സവർക്കർ ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവും ചെയ്യാത്തവരാണ് ഹിന്ദു വർഗീയവാദികൾ, RSS ഉൾപ്പെടെ. യാതൊരു തരത്തിലും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇനി വല്ല ബന്ധവുമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ രണ്ട് ഭാഗമാക്കി തിരിക്കാൻ, രണ്ട് ദേശീയതയെ പറ്റി അവതരിപ്പിക്കാൻ അവരുപയോഗിച്ച പദപ്രയോഗങ്ങളിൽ ഒന്നാണ് ഈ ഹിന്ദുത്വ. രണ്ട് പ്രധാനപ്പെട്ട ദേശീയത, ഒന്ന് മുസ്ലിം ദേശീയത, രണ്ട് ഹിന്ദു ദേശീയത. ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഹിന്ദു രാഷ്ട്രം വേണം. മുസ്ലിം ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു മുസ്ലിം രാഷ്ട്രമായി പാകിസ്ഥാനായി. നമുക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായില്ല. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട RSSകാരൻ്റെയും വർഗീയവാദികളുടെയും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. എന്തുകൊണ്ടാണ് ഹിന്ദു രാഷ്ട്രമായിട്ട് മാറാനാവാതിരുന്നത് എന്നവർ വിശകലനം ചെയ്തു. അവർ പറഞ്ഞു, അതിന് നേതൃത്വം കൊടുത്തത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമരക്കാരനായ മഹാത്മാഗാന്ധി ആണ് എന്നവർ പറയില്ല, ഗാന്ധി എന്നേ പറയുള്ളൂ. മഹാത്മാഗാന്ധി എന്നവർ വിളിക്കില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുന്നത നേതാവായ മഹാത്മാഗാന്ധിയെ സംരക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഗൗരവപൂർവം കാണേണ്ടതാണ്. 47 ആഗസ്റ്റ് 15 വരെ മഹാത്മാഗാന്ധിക്ക് അപായം സംഭവിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്കാരെ തന്നെ ഭരിക്കാൻ ആരംഭിച്ചു. മാസങ്ങൾ കഴിയുമ്പോഴാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്നത്.
മഹാത്മാഗാന്ധിയെ യാദൃശ്ചികമായിട്ട് വെടിവെച്ചു കൊന്നതല്ല, ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത് കൊന്നതാണ്. കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ആരാണ് എന്നത് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി പറയാതെയും നമുക്കറിയാം. ആ കൊലക്കേസിലെ പ്രതിയാണ് സവാർക്കർ. ഒന്നും കൂടി ഞാൻ പറയാം, ആ കൊലക്കേസിലെ ഗാന്ധി വധത്തിലെ പ്രതിയാണ് സവാർക്കർ. സവാർക്കർ പിന്നീട് രക്ഷപ്പെട്ടു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിചാരണയും വിചാരണാ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമെല്ലാം പിന്നീട് അതിശക്തിയായ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. ഗോഡ്സെ ഉൾപ്പെടെയുള്ളവരെ തൂക്കിക്കൊന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സവാർക്കർ എടുത്ത അടവ് നിലപാട് സംബന്ധിച്ച് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പുസ്തകം തന്നെയുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോകാൻ ഇപ്പോഴും ഈ വേദിയിൽ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, മഹാത്മാഗാന്ധിയോട് ഇവർക്ക് എന്താ പക? ഒരേ ഒരു കാര്യം, മതനിരപേക്ഷ ഇന്ത്യയായി ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് എന്നതാണ് കാര്യം. തൻ്റെ സ്വന്തം ജീവിതം സമർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു, എന്നേ തയ്യാറായിരുന്നു. അദ്ദേഹം ഇന്ത്യ വിഭജിക്കാൻ പറ്റില്ല, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവാൻ പറ്റില്ല, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാവണം എന്ന ഉറച്ച നിലപാടെടുത്തയാളാണ് മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് മാസം, അത്രയൊന്നുമല്ല, ചെറിയ മാസം കഴിഞ്ഞപ്പോൾ RSSൻ്റെ പ്രചാരകരുടെ ഒരു വലിയ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചു ചേർത്തു. ഗോൾവാൾക്കറാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഗോൾവാൾക്കർ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ഗാന്ധി പരമപുച്ഛം, ഈ ഗാന്ധി ഇപ്പോഴ് പാകിസ്ഥാന് വേണ്ടി നമ്മുടെ ഖജനാവിലെ പണം കൊടുക്കാൻ വാദിക്കുകയാണ്. അത് ആ കരാറിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ടുന്ന പൈസയെ പറ്റിയാണ്. കൊടുക്കാൻ അനുവദിക്കരുത്. ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറേണ്ടതായിരുന്നു. ഗാന്ധി അനുവദിച്ചില്ല. എല്ലാ ചാർജും ഗാന്ധിക്കെതിരായിട്ട് പറഞ്ഞിട്ട് അവസാനം ഗോൾവാൾക്കറുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഗാന്ധി ഇതേ നിലപാട് തുറന്നാൽ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ്. ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്ന്. അതിൻ്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് ഇനി വിശദീകരിക്കണ്ടല്ലോ. എന്താ നിശബ്ദനാക്കേണ്ടി വരും എന്ന് പറഞ്ഞാലുള്ള അർത്ഥം? പച്ചയായിട്ട് പറയാണ്, കൊല്ലേണ്ടി വരും. അതിൻ്റെ വർബാറ്റ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. മുമ്പുണ്ടായിരുന്നില്ല. മുമ്പത് ഇംഗ്ലണ്ടിലാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ കിട്ടി. ഗോൾവാൾക്കറുടെ പ്രസംഗം മുഴുവൻ, ആദ്യാവസാനം പദാനുപദം, അതിലാണ് പറയുന്നത്, ഈ ഗാന്ധി ഇതേ നില തുടർന്നാൽ നിശബ്ദനാക്കേണ്ടി വരും എന്ന്. നിശബ്ദനാക്കേണ്ടി വരും എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് 52ാമത്തെ ദിവസം മഹാത്മാഗാന്ധിയെ കൊന്നു. ഞാൻ സാധാരണ പൊതുയോഗങ്ങളിലും പ്രസംഗങ്ങളിലും പറയാറുണ്ട്, ഒരാശയം മനുഷ്യനെ സ്വാധീനിച്ചാൽ, മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് എത്തിയാൽ അതിന് കണ്ണി ചേർക്കപ്പെടാൻ കഴിയുന്ന കൂട്ടായ്മ സൃഷ്ടിക്കാനായാൽ ആ ആശയം കേവലമായ ആശയമായിട്ടല്ല തുടരുക, അത് ഒരു ഭൗതിക ശക്തിയാകും എന്നതാണ്. കുറച്ച് പ്രയാസമാണ്, പുതുതായിട്ട് വന്നവർക്കെല്ലാം കുറച്ചും കൂടി വിഷമമായിരിക്കും. പക്ഷെ അതൊരു ദർശനമാണ് എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു ആശയം നിങ്ങൾക്ക് കിട്ടിയാൽ, അങ്ങനെയുള്ള ആശയമുള്ളവരെല്ലാം കൂട്ടായിട്ട് ചേർന്നാൽ, അത് ദശലക്ഷക്കണക്കിന് ആളുകളായിട്ട് വളർന്നാൽ, അവരെല്ലാം കൂടിയാൽ ഉണ്ടാവുന്നത് കേവലം ആശയമല്ല, ഒരു ഭൗതിക കരുത്തായി മാറും എന്നതാണ്. മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഈ ആശയം ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കുകയും മഹാത്മാഗാന്ധിയെ കൊല്ലേണ്ടതാണ് എന്ന ആശയത്തിൻ്റെ ഭൗതികമായ പ്രയോഗമായി മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഗോഡ്സെ കൊന്നില്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുമായിരുന്നു. ഗോഡ്സെ കൊല്ലണം നിർബന്ധം പിടിക്കേണ്ടില്ല, ആരെങ്കിലും കൊല്ലുമായിരുന്നു. കാരണം ഈ ആശയത്തിന് അത്ര സ്വാധീനം ഉണ്ടായിരുന്നു. അതിനുശേഷം എഴുതപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഗാന്ധി കൊല്ലേണ്ടത് തന്നെയാണ്, വധിക്കപ്പെടേണ്ടതായിരുന്നു എന്നാണ്. കർണാടകത്തിലൊക്കെ ആ പുസ്തകം ധാരാളമുണ്ട്. അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ
ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒപ്പം ചേർന്ന് ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാൻ പുറപ്പെട്ട ഈ വർഗീയവാദികൾക്ക് ഭരണഘടനയുമായിട്ട് അതിൻ്റെ മൂല്യങ്ങളുമായി യാതൊരു ബന്ധമില്ല. അവർക്ക് മതനിരപേക്ഷതയില്ല, അവർക്ക് ജനാധിപത്യ സംവിധാനമില്ല, അവർക്ക് പാർലമെന്ററി വ്യവസ്ഥയില്ല, അവർക്ക് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെപ്പറ്റി അവർ അംഗീകരിക്കുന്നില്ല. അവർ ഈ റിപ്പബ്ലിക്കിനെ അംഗീകരിക്കുന്നില്ല, അവർ ഈ ഫെഡറൽ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല, അവർ സ്വമത്വത്തെ അംഗീകരിക്കുന്നില്ല. കാരണം ഇതെല്ലാം ഭരണഘടന മുന്നോട്ടേക്ക് വെച്ച മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലും സമരങ്ങളിലും ഒന്നും ഈ BJPയും അതുപോലെ തന്നെ വർഗീയ ശക്തികളും ഒന്നും തന്നെ ഒരു പങ്കും വഹിച്ചവരല്ല. അവർക്കിതിനെ ചവിട്ടി മതിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവാൻ ഇടയില്ല. അതല്ല ഇന്ത്യയുടെ ജനതയുടെ സ്ഥിതി. അത് നല്ലതുപോലെ നമുക്ക് തിരിച്ചറിയാനാവണം. ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഈ വർഗീയ ശക്തികൾക്കെതിരായി കരുത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ ഇന്ത്യ ഉണ്ടാവില്ല, ഈ ഇന്ത്യക്ക് നിലനിൽക്കാനാവില്ല. ഞങ്ങൾ 370 സീറ്റ് വാങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരുമെന്ന് അഹന്തയോടുകൂടി പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കാണണം അത് ഇന്ത്യയുടെ നാശത്തിലേക്കാണ്, ജനാധിപത്യ ഇന്ത്യയുടെ തകർച്ചയിലേക്കാണ്, മതനിരപേക്ഷത തകർക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ഹിന്ദുത്വ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു മതവിഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. മതമല്ല ഹിന്ദുത്വ. മതവിശ്വാസികൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം വലിയ വിഭാഗം ആളുകൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും മതവിശ്വാസികളാണ്. ഞാൻ നേരത്തെ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായിട്ട് വന്ന ബാബു ജോർജും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സജി ചാക്കോ ഉൾപ്പെടെയുള്ളവരോട് ഞാനൊരു കാര്യം പറഞ്ഞു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പത്തനംതിട്ട പോലെയുള്ള പ്രദേശത്തെ ആദ്യത്തെ ഒരു പ്രശ്നം എന്തായിരിക്കും? അയ്യോ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പോ. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മതവിശ്വാസത്തിനെതിരാണ്, വിശ്വാസികൾക്കെതിരാണ്, പള്ളിക്കെതിരാണ്, ചട്ടക്കാർക്കെതിരാണ്, എല്ലാവർക്കെതിരാണെന്നുള്ള പ്രചാരവേലിയാണ് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ എല്ലാ മതവിശ്വാസികളുടെയും വിശ്വാസ പ്രമാണങ്ങളെ മാനിക്കുന്നവരാണ്. അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അവരവരുടെ മതവിശ്വാസങ്ങൾ അവർക്ക് പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്. ഇതെല്ലാം ജനാധിപത്യ അവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾക്കെതിരായി ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ AKE സെൻറ്ററിൽ ഇരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിക്ക് എന്നെ ക്ഷണിക്കാൻ വന്നു. ഇപ്പോഴത്തെ ചിന്താ ജെറോമാണ് അന്ന് ചെയർമാൻ, ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, രണ്ടാളും കൂടിയാണ് വന്നത്. വിഷയം വളരെ സങ്കീർണമായ വിഷയമായിരുന്നു. മതവും മാർക്സവും എന്നുള്ളതാണ് വിഷയം. ഞാൻ അവരോട് ചോദിച്ചു, അവിടെ വന്ന് കൂക്കും വിളിയും കൊച്ചി കച്ചറയും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ വരേണ്ട പ്രശ്നമില്ല, വിഷയവും അമ്മാതിരിയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വളരെ സീരിയസ് ആയ രീതിയിലാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞാനും അവിടുത്തെയുള്ള പ്രിൻസിപ്പളും, അതായത് അവിടെ യൂണിവേഴ്സിറ്റി കോളേജിലാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പളും നിങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉദ്ഘാടനം, പ്രിൻസിപ്പൾ പ്രസംഗം, സ്വാഗതം ജനറൽ സെക്രട്ടറി, അപ്പോൾ എൻ്റെ ഒപ്പം തന്നെയുണ്ട്, അധ്യക്ഷ ഞാൻ എന്ന് പറഞ്ഞാൽ ചിന്താ ജെറോ. അപ്പോൾ പഠിക്കുന്ന സമയത്താണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയും ചെയർമാനുമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, വലിയ രീതിയിൽ ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കും, മുതിർന്നവരാണ്. ഞാൻ ശരി, എനിക്കവിടുന്ന് അപ്പുറം കടന്നാലായി യൂണിവേഴ്സിറ്റി കോളേജായി AKE സെൻറ്ററിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാനവിടെ കൃത്യം അവർ പറഞ്ഞ സമയത്ത് കുട്ടികളാണല്ലോ, എല്ലാവരും ക്ലാസ്സെല്ലാം കട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുട്ടികൾ, മുമ്പിൽ മുഴുവൻ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലാണ് ആൺകുട്ടികൾ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്നത്. ഞാനവിടെ എത്തി, പറഞ്ഞ പോലെ തന്നെ സ്വാഗതം പറഞ്ഞു, അധ്യക്ഷനായി. ഞാൻ ഉദ്ഘാടനം, പ്രിൻസിപ്പളുണ്ട്, ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളോട് വിശ്വാസത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ കത്തപ്പെട്ടു എന്ന് വിചാരിക്കുക. പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം, അമ്പലത്തിൽ പോകണം എന്ന് പറയുന്നവരൊരു ഭാഗം, അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ചർച്ചിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന വേറൊരു വിഭാഗം. ഒരു അന്തരാള ഘട്ടം, വല്ലാത്തൊരു സംഘർഷാത്മകത. നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുക എന്ന് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു. അവരങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നേയില്ല.
നിങ്ങൾ ആരോടൊപ്പം നിൽക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ കുട്ടികളിങ്ങനെ നോക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഈ ചോദ്യവും ഉത്തരവും മടുത്തിട്ടാണ് ക്ലാസ് കട്ട് ചെയ്ത് സെമിനാറിന് വന്നത്. അപ്പോൾ സെമിനാറിലും ചോദ്യമോ എന്നാണ് ആദ്യത്തെ അവരുടെ പ്രതികരണം. ഞാൻ കൈ കൊണ്ടിങ്ങനെ കാണിച്ചു. ഞാൻ എല്ലാവരും അവരുടെ മുഖം ഞാൻ കാണുന്നുണ്ട്, അവരുടെ കണ്ണ് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനൊരു വലിയ സമ്മേളനമാണ്, വലിയൊരു ഹാളാണ്. ഹാളിൻ്റെയും പുറത്തുൾപ്പെടെ ആളുകളാണ്, ആയിരക്കണക്കിന് കുട്ടികളാണ്. എല്ലാം ചെറിയ കുട്ടികളല്ല, കുറച്ച് മുതിർന്ന കുട്ടികളാണ്. ഞാൻ കൈ കൊണ്ടിങ്ങനെ കാണിച്ചു, ഉത്തരം പറയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് എന്നോട് അവർ വിളിച്ചു പറഞ്ഞു ഏതാണ്ട് ഒരേ സ്വരത്തിൽ, അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ചർച്ചിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നവരോടൊപ്പം നിൽക്കും. ആ നിമിഷം ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോടൊപ്പമില്ല. അപ്പോഴാണ് ആ കുട്ടികളുടെ കണ്ണിങ്ങനെ വികസിക്കുന്നത്. ഇല്ലേ? കാരണം എനിക്കറിയാം ആ ഉത്തരം അവർ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകനായ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാവിലെ പള്ളിയിൽ പോയവരുണ്ട്, ചർച്ചിൽ പോയവരുണ്ട്, അമ്പലത്തിൽ പോയവരുണ്ട്. അവരെല്ലാം കൂടി ചേർന്ന് പറയാണ്, അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ചർച്ചിൽ പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ ഒപ്പമാണ് ഞങ്ങൾ നിൽക്കാൻ പോകുന്നത് എന്ന് ഏകകണ്ഠമായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ, ആ നിമിഷം തന്നെ, ഞാൻ നിങ്ങളോടൊപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ കണ്ണ് വികസിക്കുന്നത് ഞാൻ കൃത്യമായി കണ്ടതാണ്. എന്തേ കാര്യം? അവർ പറഞ്ഞ ഉത്തരം എനിക്ക് വേണ്ടിയാണ്. ഞാനാവുന്ന കമ്മ്യൂണിസ്റ്റിന് അമ്പലത്തിൽ പോകാൻ പാടില്ല, പള്ളിയിൽ പോകാൻ പാടില്ല, ചർച്ചിൽ പോകാൻ പാടില്ല എന്നതായിരിക്കും ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹത്തോടൊപ്പം ചേർന്ന് അവരുടെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തിലുള്ള കാര്യങ്ങളെല്ലാം മറച്ച് അവരുത്തരം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നവരോടൊപ്പമാണ് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നമായി. അല്ലേ, മൊയ്തു മാഷക്ക് പോണെന്നാണോ? അതായി പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ പോവാൻ, പള്ളിയിൽ പോവാൻ, ചർച്ചിൽ പോവാൻ, ജനാധിപത്യ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ മാർച്ച് ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കുട്ടികൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. അവർക്ക് പ്രതീക്ഷിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പത്തനംതിട്ടയിൽ ഈ കാര്യം ഉറപ്പിച്ച് പറയുന്നത്. വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടെയുള്ളവർക്കെല്ലാം ജനാധിപത്യപരമായ അവകാശത്തോടുകൂടി ഈ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കാൻ ഭരണഘടന കൃത്യമായിട്ടുള്ള അധികാരാവകാശം നൽകുന്നുണ്ട്. ഈ അധികാരാവകാശങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അതുകൊണ്ട് വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം. വർഗീയത എന്ന് പറയുന്നത് മതത്തിൽ ഒരു വിഭാഗം സംഘടിതരായി രാഷ്ട്രീയ പ്രക്രിയയിലൂടെ അധികാരത്തിലേക്ക്, ഭരണത്തിലേക്ക്, ഭരണകൂട വ്യവസ്ഥയിലേക്ക് കടക്കുന്ന പ്രക്രിയയാണ് വർഗീയത എന്ന് പറയാം. ആ വർഗീയതയുടെ മറ്റൊരു പേരാണ് ഹിന്ദുത്വ. ഹിന്ദുവല്ല, ഹിന്ദുത്വ. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവർക്കറുടെ 1923 മുതൽ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും വ്യാപകമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ വിചാരിക്കുന്നത് പോലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിയായ അദാനിയെ വാർത്തെടുത്തത് നരേന്ദ്രമോദിയാണ്. ഒരു ദിവസം 1600 കോടി ഉറുപ്പിയുടെ ചെലവെല്ലാം കഴിച്ച് ആസ്തി മൂല്യം അദ്ദേഹത്തിനുണ്ട്. ഒരു ദിവസം, ഒന്നും കൂടി നോട്ട് ചെയ്തോ, ഒരു ദിവസം 1600 കോടി ഉറുപ്പിയുടെ ആസ്തിയിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരാളാണ് അദാനി. അതേപോലെ തന്നെയുള്ള മറ്റൊരാളാണ്, ഏതാണ്ട് അതിൻ്റെ ഒപ്പം തന്നെയാണ് അംബാനിയും. ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷം സമ്പത്തും കൈയടക്കി വെച്ചിട്ടുള്ള വളരെ അപൂർവം ചില ആളുകളുടെ പട്ടിക മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. 1% കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിപക്ഷവും. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഇതിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വത്തിന്റെ പേര് പറഞ്ഞ് നടപ്പിലാക്കുന്നത് ഈ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്, കുത്തക മുതലാളിമാരുടെ താല്പര്യമാണ്. അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അവർക്ക് കൊടുത്തു തീർത്തു.
അത് വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് കടം വാങ്ങി ഗവൺമെന്റിലേക്ക് പണമടച്ചു. ഒരു നയാ പൈസയും കടം വാങ്ങിയതിൽ നിന്ന് തിരിച്ചടച്ചിട്ടില്ല. ആ തിരിച്ചടക്കാതിരുന്നപ്പോ 20 ലക്ഷം കോടി ഉറുപ്പിക ഈ രാജ്യത്തിന്റെ സമ്പത്ത് ബാങ്കിൽ നിന്ന് കട്ടുകൊണ്ടുപോയി അവർക്ക് സൗകര്യം കിട്ടി. അത് തിരിച്ചടക്കേണ്ടതില്ല, കിട്ടാക്കുറ്റിയായി പ്രഖ്യാപിച്ചു. തിരിച്ചടക്കേണ്ടതില്ല പ്രഖ്യാപിച്ചു. അപ്പോൾ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പികയുടെ മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിന്റെ ഷെയറും അത് വാങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ 20 ലക്ഷത്തോളം കോടി ഉറുപ്പികയും എഴുതി തള്ളിയപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരായിട്ട് ഈ അദാനിയും അംബാനിയൊക്കെ വളർന്നു വന്നു. നമ്മുടെ സ്വത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവർക്കൊരു നയാ പൈസയും ചെലവില്ല. ഈ രാജ്യം മുഴുവൻ നമ്മുടെ സ്വത്ത് രൂപത്തിന്റെ ഭാഗമായിട്ട് പൊതുമേഖലാ സ്ഥാപനം ഉൾപ്പെടെ ഉണ്ടാക്കിയത് എല്ലാം ഇവരുടെ കയ്യിലെത്തി. ഇതാ ചിത്രം. അങ്ങനെയാണ് 1 ലക്ഷത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1600 കോടി ഉറുപ്പിക ഓരോ ദിവസവും ഈ അദാനിയുടെ സ്വത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 0.5 ലക്ഷമായിരുന്നു ഇദ്ദേഹത്തിന്റെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോഴുള്ള മൂല്യം. സ്വത്തിന്റെ ആസ്തി 0.5 ലക്ഷം കോടി. ഇപ്പോഴ് 8.11 ലക്ഷമായിട്ട് ഉയർന്നു. അദാനിയുടെ 8 ലക്ഷം കോടിയായിട്ട് ഉയർന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ സൗകര്യം കിട്ടിയപ്പോ ലോകത്തൊന്നുമല്ലാതിരുന്ന ഇന്ത്യൻ ഭൂഷ്വാസി ലോകത്ത് ആരെക്കാളും മുമ്പിൽ പോകാൻ സാധിക്കുന്ന മുതലാളിമാരായിട്ട് വളർന്നു വന്നു. ഇതാ ചിത്രം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഈ വർഗബന്ധങ്ങളും വർഗബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണകൂട വ്യവസ്ഥയും നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതല്ല, ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഈ കോപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയാണ്, ഫിനാൻസ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ത്യയിലെ ഭൂപ്രഭുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ 3 സംയോഗങ്ങളാണ് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസ് ആയപ്പോഴും ഇപ്പോഴും BJP ആയപ്പോഴും ഒരേ നിലപാട് തന്നെയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള പുതിയ മാർഗം തേടി മുമ്പോട്ടേക്ക് പോവുകയല്ലാതെ വേറൊരു വഴി ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾക്കില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദലാണ് കേരളം. കേരളം എന്ന് പറയുന്നത് കേരള മോഡൽ. ഇപ്പോൾ ഇവിടെ മനോരമയും മാതൃഭൂമിയും അതുപോലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരള മോഡൽ. ഇതാണോ കേരള മോഡൽ? എവിടെയെങ്കിലും ഒരു ആന ചവിട്ടിയാൽ ഉടനെ ചോദിക്കും, ഇതാണോ കേരള മോഡൽ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വീട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതാണോ കേരള മോഡൽ? അതൊന്നുമല്ല. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ രാജ്യത്തെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഉൾപ്പെടെയുള്ള സംഘടിതരും അസംഘടിതരുമായ ദശലക്ഷക്കണക്കിന് മനുഷ്യന് ഗുണമേന്മയോടെ ജീവിക്കാനാവുന്ന നാട്, അതാണ് കേരള മോഡൽ. അതാ കേരള മോഡൽ. അല്ലാതെ ഈ പറയുന്ന പോലെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചെടുത്ത് ഇതാണോ കേരള മോഡൽ? അല്ല. നമ്മുടെ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ 1ാമത്തെ ടേം കഴിഞ്ഞ് 2ാമത്തെ ടേമിന്റെ പകുതിയായി, 2.5 വർഷം കഴിഞ്ഞുകൊണ്ട്. അപ്പൊ 7.5 കൊല്ലായി. നമ്മൾ വളരെ വ്യക്തമായിട്ട് തീരുമാനിച്ചു എന്താ നമ്മുടെ പരിപാടി. എന്താ പരിപാടി എന്ന് പറയുന്നില്ല എന്നാ മനോരമയും മാതൃഭൂമിയും പറയുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാ, പരിപാടി ഇതാണ്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഗുണമേന്മയുള്ള ജീവിതത്തെ ഇനിയും ഗുണമേന്മയുള്ള ജീവിതമാക്കി ഉയർത്തുക. അതാ പരിപാടി. അതാണ് നവകേരള സൃഷ്ടി എന്ന് ഞങ്ങൾ പറയുന്നത്. നവകേരളം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം നല്ലപോലെ ഉയർത്തുക. നല്ലതുപോലെ ഉയർത്താനുള്ള സാധ്യത കേരളത്തിലുണ്ട്. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ്. കോടതി പോയപ്പോ ഇപ്പോ ഗവൺമെന്റ് പറയുന്നത് കോടതിയിൽ പോയത് കൊണ്ട് നിങ്ങൾക്ക് ഇനിയൊന്നും തരൂല എന്നാണ്. പണ്ടെല്ലാം നമ്മൾ പറയില്ല, കുട്ടികളിൽ വാശി പിടിക്കുന്ന പോലെ, നിങ്ങൾ എന്തിനാ കോടതി പോയത് കൊണ്ട് ഇനിയും തരാൻ പോകുന്നില്ല. അത് ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്നാണ് ബാലഗോപാലിൽ നിന്ന് സെക്രട്ടറി പറഞ്ഞത്. ഒന്നും തരാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ ഇപ്പോൾ കോടതി പറയാൻ പോവാണ്, കോടതി വന്നതിന്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടുന്നതും ഇല്ലാതാവുന്നു എന്നുള്ള സ്ഥിതിയാണ് കോടതി എന്ന് പറയാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം. 64,000 കോടി ഉറുപ്പികയാണ് ഈ കേരളത്തിന് കിട്ടേണ്ടുന്ന പണം തരാതെ ഒരു കൊല്ലം. 1,07,500 കോടി ഉറുപ്പികയാണ് ഈ കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ നമുക്ക് നഷ്ടമായത്. പിന്നെ എങ്ങനെയാണ് കേരളം രക്ഷപ്പെടുക? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാനാവുക?
വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കും നമ്മൾ പ്രഖ്യാപിച്ചതാണ്. എങ്ങനെയാ കൊടുക്കുക? സപ്ലൈകോവിലും അതുപോലെ തന്നെ മാവേലി സ്റ്റോറിലും എല്ലാ സാധനങ്ങൾക്കും സബ്സിഡിയോടുകൂടി വേണ്ടത്ര സാധനം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോഴെങ്ങനെയാ കൊടുക്കുക? അധ്യാപകർക്കും ജീവനക്കാർക്കും DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതായിരുന്നു. എങ്ങനെയാ കൊടുക്കുക? പെൻഷൻ 1600 രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. 2500 ആക്കി ഉയർത്തുമെന്ന് പറഞ്ഞാണ്. എങ്ങനെയാ കൊടുക്കുക? അപ്പോൾ നമുക്ക് കേരളത്തിന് പണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാളം ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ജനങ്ങൾക്ക് ലഭിക്കേണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല, കൊടുക്കാനാവുന്നില്ല. എന്നിട്ട് മനോരമയും മാതൃഭൂമിയും PD സതീശനും K സുധാകരനും അയ്യേ കൊടുക്കുന്നില്ല എന്ന് പറയാ. എന്നാൽ കേന്ദ്രത്തിനെതിരായിട്ട് ഒരക്ഷരം പറയാൻ ഒരു MP ഇവിടെയില്ല, ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇല്ല, അവരാരും തയ്യാറില്ല. ഒരു സംയുക്ത പ്രമേയത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറില്ലാത്ത MP മാരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവുമാണ് ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അവരെന്താ പറയുന്നത്? 1 ഇഞ്ച് കേരളം മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല, ഒരു വികസന പ്രവർത്തനവും ഈ കേരളത്തിൽ നടക്കാൻ പാടില്ല. വികസന പ്രവർത്തനം നടന്നാൽ അതിന് വോട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഗയൽ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതി വെച്ചുകൊണ്ട് അവർക്കത് മനസ്സിലായതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവർ വിചാരിച്ചത് ഇപ്രാവശ്യം എന്തായാലും പിണറായി വിജയന്റെ ഗവൺമെന്റ് താഴെ പോവും, അപ്പൊ ഞങ്ങൾ ഗവൺമെന്റ് രൂപീകരിച്ച് മുമ്പോട്ടേക്ക് വരും. അപ്പോൾ UDFന്റെ മന്ത്രിമാരായിരിക്കണം, മന്ത്രിമാരുടെ സ്റ്റാഫ് ആരായിരിക്കണം, IAS ഉദ്യോഗസ്ഥന്മാരായിരിക്കണം, അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥന്മാരായിരിക്കണം ഉൾപ്പെടെയുള്ള ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ തോറ്റുപോയി. ജനങ്ങളാണ് തീരുമാനിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. എന്തെല്ലാം ഏജൻസികൾ വന്നാലും എന്തെല്ലാം കളവ് പറഞ്ഞാലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നത്തെ പരിസ്ഥിതിയിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോയ ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് തുടരേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത് പത്രങ്ങളല്ല, തീരുമാനിച്ചത് കേന്ദ്ര ഏജൻസിയല്ല, ഈ കേരളത്തിലെ ജനങ്ങളാണ്. അതാണ് അവസാന വാക്ക്. അവരാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റ് വന്നത്. അന്ന് മുതൽ തുടങ്ങി ബൂർഷ്വാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളും ഇനി 1 ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല, ഒരു വികസനവും പ്രവർത്തനവും നടത്താൻ പാടില്ല. ഒരു കാര്യം ഞാൻ പറയാ, ലോകത്ത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ജനാധിപത്യ സമൂഹത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയും ഒരു പ്രതിപക്ഷ നേതാവും ആ നാട്ടിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പാരമ്പര്യം ഈ ഭൂമുഖത്തില്ല, VD സതീശനല്ലാതെ. ഇതൊരു അത്ഭുതകരമായ സംഭവമാണ്. പരസ്യമായിട്ട് പറയുക, ഒരു വികസനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് KRA ആയാലും തിരക്കേടില്ല, K4 ആയാലും തിരക്കേടില്ല, K-സ്മാർട്ട് ആയാലും തിരക്കേടില്ല. എന്തെന്ത് പദ്ധതി വന്നാലും, ഏത് വ്യവസായത്തിന്റെ ഭാഗമായിട്ട് വന്നാലും, വ്യവസായ സംരംഭകത്തിന് വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ 1,40,000 സംരംഭകത്വമാണ് ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ ഈ കേരളത്തിൽ വന്നത്. 7,000 കോടി ഉറുപ്പികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപമാണ് ഉണ്ടായത്. 4 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. ഇനി 20 ലക്ഷം ആളുകൾക്ക്, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു ഗംഭീരമായ പ്രവർത്തനത്തിലാണ്, അതിന്റെ അണിയറ പ്രവർത്തനത്തിലാണ് ഈ ഗവൺമെന്റ് ഉള്ളത്. അപ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനാവും നമുക്ക് കേരളത്തിനെ സാധിക്കൂ ഇന്ത്യയിൽ. കാരണം ഭൂബന്ധത്തിൽ വന്ന മൗലിക മാറ്റം പോലെ, വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മൗലികമായ മാറ്റം പോലെ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ളത് ഈ കേരളത്തിലാണ്. ഞാനിത് വെറുതെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നതല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിലർ കാലിഫോർണിയ പറയും, ചിലപ്പോൾ ബൈജിങ് പറയും, ചൈന അല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുള്ളത് ഈ കേരളത്തിലാണ്. ലോകത്ത്, ഇന്ത്യയിലല്ല, ലോകത്ത്. വേറൊന്നുകൂടി പറയാം, ഉത്തരേന്ത്യയിലൊക്കെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരുണ്ട്. അവിടെ പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അതിൻ്റെ വരാന്ത കണ്ടിട്ടില്ല. അവർ സ്കൂളിലേക്ക് പോയിട്ടില്ല. പോയാലും 4ാം ക്ലാസ് കഴിഞ്ഞാൽ തീർന്നു. എന്താ കേരളത്തിൻ്റെ അവസ്ഥ? 1957 സഖാ VMSന്റെ ഗവൺമെന്റ് മുതൽ നിശ്ചയദാർഢ്യത്തോടുകൂടി കഞ്ഞി കൊടുത്ത് ആരംഭിച്ച വിദ്യാഭ്യാസ സമീപനം ഇന്ന് ജനകീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് ലോകത്തോട് കടപിടിക്കാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈ കേരളം. അതിന്റെ അനന്തരഫലം എന്താ?
അതിൻ്റെ അനന്തരഫലം ഞാൻ നേരത്തെ പറഞ്ഞ കർഷക തൊഴിലാളികൾ, കൃഷിക്കാര്, ചെത്തുതൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ ഉൾപ്പെടെ അവരെല്ലാം വീട്ടിൽ നിരക്ഷരരായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമില്ല. എല്ലാവരും നല്ലപോലെ വിദ്യാഭ്യാസം നേടിയ, ഉന്നത വിദ്യാഭ്യാസം നേടിയ ആണും പെണ്ണുമാണുള്ളത് ഓരോ വീട്ടിലും. ഒരു കർഷക തൊഴിലാളിയും എൻ്റെ മോനെ ഞാൻ കർഷക തൊഴിലാളിയാക്കുമെന്ന് പറയുന്നില്ല. അവൻ എനിക്കോ പഠിക്കാൻ പറ്റില്ല, ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുന്നതാണ്. അത് ഏതറ്റം വരെ പഠിപ്പിക്കുമോ അത്രയും പഠിപ്പിക്കുന്നതാണ്. കർഷക തൊഴിലാളി എങ്ങനെയാണ്, കൃഷിക്കാരൻ എങ്ങനെയാണ്, നെയ്ത്ത് തൊഴിലാളി എങ്ങനെയാണ്, കശുവണ്ടി തൊഴിലാളി എങ്ങനെയാണ്, ഈ പറയുന്ന എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളിയും ചുമട്ട് തൊഴിലാളിയും എല്ലാം ആഗ്രഹിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാനാണ്. ഇപ്പോഴത്തെ മൂന്നാമത്തെ തലമുറയായി. 57 കഴിഞ്ഞിട്ട് അന്നത്തെ അച്ഛൻ, അവരുടെ മക്കള്, ആ മക്കളുടെ മക്കള്, മൂന്നാമത്തെ തലമുറ വരുമ്പോഴേക്ക് അഭ്യസ്തവിദ്യരല്ലാത്ത യുവതി യുവാക്കളൊന്നും ഇന്ന് ഏത് പാവപ്പെട്ടവൻ്റെയും വീട്ടിലില്ല. എല്ലാവർക്കും അഭ്യസ്തവിദ്യ നേടാനായിട്ടുണ്ട്. ഇങ്ങനെ വാരിയെടുക്കാനാവുന്ന അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള ലോകത്തെ ഒരേ ഒരു കേന്ദ്രം ഈ കേരളമാണ് എന്ന് നല്ലതുപോലെ തിരിച്ചറിയാൻ നമുക്കാവണം. അതിൻ്റെ പ്രതികൂലാവസ്ഥ ജോലിയില്ലായ്മയാണ്, അതിൻ്റെ അനുകൂലാവസ്ഥ ഇവർക്ക് ജോലി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇവർക്കാണ് ജോലി സാധ്യതയുള്ളത്. അവർക്കെല്ലാം ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഞാനിവിടെ അതിൻ്റെ ഭാഗമായിട്ടൊരു യോഗം ചേർന്നപ്പോൾ അതിൽ കൃത്യമായിട്ട് ഞാൻ അവരോട് ചൂണ്ടിക്കാണിച്ചു, ഇവിടെയെല്ലാം കാറ്റഗറി തിരിക്കണം. ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് കുടുംബശ്രീ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് എത്രയാണ് ആളുകളുള്ളത് എന്ന് കണക്കാക്കി. 53 ലക്ഷം വരും. എത്ര? പ്രീ ഡിഗ്രി കഴിഞ്ഞ് 59 വയസ്സുള്ള ഈ കേരളത്തിലെ ജോലി വേണമെന്ന് പറയുന്ന ആണും പെണ്ണും കൃത്യമായി കണക്കെടുത്തപ്പോൾ 53 ലക്ഷം ഉണ്ട്. 53 ലക്ഷം. അതിൽ +2 കഴിഞ്ഞ ഉടനെ തന്നെ ജോലി വേണ്ട, അവർക്ക് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനിലായിട്ട് പിന്നെ മതി. അതേപോലെ 59 വയസ്സുള്ളവരെ ഇപ്പം പരിഗണിക്കണ്ട, 40 വയസ്സ് വരെ എടുക്കാം. അങ്ങനെ വന്നാൽ 25 ലക്ഷം വരും. 25 ലക്ഷം. മറ്റുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുള്ളതുമായ സംരംഭക പ്രവർത്തനവുമായിട്ട് അവരെ ബന്ധിപ്പിക്കാം. 40 വയസ്സ് കഴിഞ്ഞവരെ. ഈ 25 ലക്ഷം വരുന്ന ചെറുപ്പക്കാര്, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ, പ്രീ ഡിഗ്രിയും കരസ്ഥമാക്കിയിട്ടുള്ള ആളുകൾ, അവരെ നമുക്ക് എന്ത് വേണം? അവരെ കൃത്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യണം. കണ്ടെത്തിയിട്ട് 15 ലക്ഷം ആളുകളോട് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറേ ആൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പൂർണ്ണമല്ല. ഓരോ മണ്ഡലത്തിലും പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു 15,000 ആളെങ്കിലും വരും ഒരു മണ്ഡലത്തിൽ. അവർക്ക് കൃത്യമായിട്ട് ഇന്റർവ്യൂ നടത്തണം. അവരുടെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യണം. എന്നിട്ട് അവർക്ക് എന്താവാനാവുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവർ പറയുന്നതല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ശ്രദ്ധയോടുകൂടി നമുക്ക് അവരെ കണ്ടെത്താം. അവരുടെ ഡാറ്റ മുഴുവൻ കിട്ടിയാൽ. സാമ്പിളായിട്ട് ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര. പിന്നെ എല്ലാ തൊഴിലില്ലാത്തവർക്ക് മുഴുവൻ തൊഴിൽ വേണമെന്നുള്ള ഒരു ശാഠ്യവും ഇല്ല കേട്ടോ ഈ കേരളത്തിലുള്ള ആളുകൾക്ക്. അത് ഇപ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലായത്. ഞാൻ ഇവിടുന്ന് വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് പറയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നമുക്ക് കാറ്റഗറി തിരിച്ച് അവരെ പരിശീലനത്തിനയക്കണം. MA ഉള്ളതുകൊണ്ട്, BA ഉള്ളതുകൊണ്ട്, BCom ഉള്ളതുകൊണ്ട്, MCom ഉള്ളതുകൊണ്ട് തൊഴിൽ കിട്ടില്ല. ഇന്ന് തൊഴിൽ കമ്പോളത്തിൽ അവർക്ക് സ്കിൽഡ് വേണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പരിശീലനം വേണം. ആ പരിശീലനം ഏത് തലത്തിൽ എന്ന് കണ്ടുപിടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റഗറി തിരിച്ച് അവരെ പരിശീലനത്തിന് അയക്കണം. MA കാരനും MSc കാരനും BA കാരനും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ദുർബലതയാണ്. അപ്പോൾ അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ഗ്രാമറൊന്നുമല്ല, ഈ ഇന്റർവ്യൂവിലൊക്കെ പോകാനും അതിന്റെ ഭാഗമായി കാര്യങ്ങൾ വിശദീകരിക്കാനും അവരെ പഠിപ്പിക്കണം. അത് വന്നാൽ നമുക്ക് നല്ല നിലയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം കൊണ്ടുള്ള പരിശീലനവും കൂടി കൊടുത്ത് അവരെ ഇന്റർവ്യൂവിന് ഹാജരാക്കിയാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നേടാൻ സാധിക്കും. ഇപ്പൊ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ നിലപാടനുസരിച്ച് ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 20 ലക്ഷമല്ല, അതിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാധ്യത ഈ കേരളത്തിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഈ കേരളത്തിന്റെ മൗലികമായ പ്രശ്നങ്ങൾ വേറിക്കിടക്കാൻ ഇടം, വീട്, ചികിത്സിക്കാനുള്ള പശ്ചാത്തല സൗകര്യം, വിദ്യാഭ്യാസം, തൊഴില്, വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് വന്നാൽ
അവിടെ മൗലികമായിട്ട് കിട്ടേണ്ടുന്ന കാര്യങ്ങളെല്ലാം കിട്ടി എന്നാണ് അർത്ഥം. പിന്നെ അതിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉന്നം. അതാണ് സഖാവ് പിണറായി പറയുന്നത്, ഒരു 10-20 കൊല്ലം കൂടി കഴിയുമ്പോൾ 400 കൊല്ലക്കാലത്തെ വളർച്ച നേടിയ ജനാധിപത്യ വിപ്ലവം നടന്ന നാട്ടിലെ വികസിത സമൂഹത്തിന്റെ ഒപ്പം ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ബോധപൂർവമായ പ്രവർത്തനം നമുക്ക് നടത്താനാവും, പൂർത്തീകരിക്കാനാവും. ഒരു പുതിയ കേരളമാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റിയെടുക്കാനാവും. സർവതല സ്പർശിയായ മേഖലയിൽ നമുക്ക് ഈ ചെറുപ്പക്കാരെയും ഈ ജനങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയും എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, ഗവൺമെന്റിനെതിരായി അപവാദ പ്രചരണങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന, കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ബൂർഷ്വാ പത്രങ്ങൾ, മാധ്യമങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബൂർഷ്വാ പാർട്ടികൾ എന്തൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല. എന്തും പറയും. എന്തും പറയാൻ മടിയില്ലാത്ത ആളുകളാണ് ഈ കൂട്ടർ. അപ്പൊ പത്രത്തിൽ വന്നില്ലേ, ടി വിയിൽ കണ്ടില്ലേ എന്നാണ് പലരും പറഞ്ഞത്. ടി വിയിൽ വരുന്നതും പത്രത്തിൽ വരുന്നതും ശുദ്ധ അസംബന്ധമാണ്, കളവാണ് എന്ന് കൃത്യമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനും വരികൾക്കിടയിൽ വായിക്കാനറിയണം, കാണുന്നതിന്റെ അപ്പുറം കാണാനാവണം. അപ്പോഴാണ് നമുക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനാവുക. ഇതെല്ലാം നടത്താൻ സാധിക്കുന്ന രീതിയിൽ കേരളത്തെ പര്യാപ്തമാക്കുന്നതിന് തീർച്ചയായിട്ടും നമുക്ക് ബാധ്യതയുണ്ട്, ചുമതലയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ വളരെ പ്രധാനപ്പെട്ട നൂറുകണക്കിന് ആളുകൾ, നമുക്കെല്ലാം അറിയുന്നത് പോലെ ബാബു ജോർജും സജി ചാക്കോയും അതുപോലെ തന്നെ മറ്റ് നിരവധി ആളുകൾ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ആവണം. നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണമെന്ന് പറയുമ്പോൾ സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയെയും ഈ പാർട്ടി വെച്ചു പൊളിപ്പിക്കില്ല എന്ന കാര്യം ഗ്യാരണ്ടി ഉണ്ടാവണം. അത് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾ ആഗ്രഹിക്കാത്ത, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരു പ്രവണതയെയും ഈ പാർട്ടി അംഗീകരിച്ചു പോവില്ല എന്നതിന് ഗ്യാരണ്ടി ഉണ്ടാവണം. പിന്നെ ഈ പാർട്ടിയോടൊപ്പം വന്ന് ചേർന്നിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അതിൽ പ്രമുഖരായ നേതാക്കളുണ്ട്, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വന്നവരുണ്ട്. നമ്മളെ പാർട്ടി തന്നെ ഇഷ്ടം പോലെ ആളായിട്ടുണ്ട്. ഇനി വന്നവർക്കെല്ലാം എന്താണ് ചെയ്യാനാവുക എന്ന വേവലാതിയൊന്നും വേണ്ട. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്കാവണം. എല്ലാവരെയും വർഗ പ്രസ്ഥാനത്തിന്റെയും ബഹുജന പ്രസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും ഒക്കെ നേതാവാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. മുമ്പേ വന്ന ആളുകളുടെ അനുഭവം നമ്മൾ കാണുന്നത് തന്നെയാണ്. അവരെല്ലാം നമുക്ക് നല്ലതുപോലെ ഫലപ്രദമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെയായാലും, പ്രത്യേകിച്ച് പത്തനംതിട്ട എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടിയെ അതിന്റെ ശരിയായ സത്യസന്ധമായ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാനാവണം. അപ്പോഴാണ് പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുക. അപ്പോഴാണ് ഇന്നലെ വരെ നമ്മോടൊപ്പം ഇല്ലാത്ത ആളുകൾ നമ്മുടെ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് വരിക. ആ രീതിയിൽ പാർട്ടി സംശുദ്ധമായ രാഷ്ട്രീയം, കൃത്യമായ സംഘടനാ പ്രവർത്തനം, അതിന് ഇവരെയെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ എല്ലാം സഹായത്തോടുകൂടി പാർട്ടിയെ ശക്തിപ്പെടുത്താനാവണമെന്നും അതിന്റെ ഭാഗമായി നമ്മളിപ്പോൾ ഒരു ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിലാണ്. ഇന്ന് 16-ാം തീയതി ഇപ്പോൾ പത്രങ്ങളെല്ലാം എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ചർച്ച ആരംഭിച്ചു എന്നുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥിയൊന്നും ആയിട്ടില്ല. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരണം, പിന്നീട് സംസ്ഥാന കമ്മിറ്റി തന്നെ ചേരണം, അതിനുശേഷം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിലേക്ക് പോകണം, അവിടെ അവരുടെ അഭിപ്രായം. ഇതെല്ലാം ജനാധിപത്യ പ്രക്രിയയാണ്. പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ മേലെ നിന്ന് വരുന്ന ആളുകൾ പറഞ്ഞ് തീരുമാനിച്ചു പോകുന്നൊന്നുമല്ല. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കും, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഈ മാസം അവസാനിക്കുമ്പോഴേക്ക് കേരളത്തിലെ 20 സ്ഥാനാർത്ഥികളെയും നമുക്ക് നിർത്താനാവുന്ന സംഘടനാപരമായ ചുമതല നിർവഹിച്ചു പോകും. ഇവിടെ ഈ പത്തനംതിട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിശക്തിയായിട്ട് നയിക്കാൻ കഴിവുള്ള, കേൾപ്പുള്ള
സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടാവേണ്ടതില്ല. ഈ മണ്ഡലം ജയിക്കുക എന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായി, കടമയായി പുതുതായിട്ട് കടന്നു വന്നവരും നമ്മളെല്ലാം കൂടി ചേർന്ന് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചാൽ ആ ദൗത്യം നമുക്ക് നിർവഹിക്കാനാവും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.